ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് നല്ല മഴയാണ് രാവിലെ. രാവിലെ വെളുപ്പിനേ തുടങ്ങിയ മഴയാണ്. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ മഴയത്ത് ഇങ്ങനെ മടി പിടിച്ച് കിടക്കാനൊന്നും പറ്റില്ല. മഴയാണെങ്കിൽ നമുക്കങ്ങനെ മടി പിടിച്ച് കിടക്കാൻ പറ്റില്ല. മോന് രാവിലെ ഒരു 7:30 പോകണം. അവന് ട്യൂഷനുണ്ട്. അപ്പം ഞാൻ ഇന്നലത്തെ മാവ് എടുത്ത് പുറത്ത് വെച്ചു. കുറച്ച് മാവേ ഉള്ളൂ, കാരണം ഇന്ന് നമുക്ക് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് ഇത്തിരി താമസിച്ചു പോയി. അപ്പോൾ അവന് 7:30 പോകണം. ഞാനപ്പോൾ ഇച്ചിരി ഫ്രൈഡ് റൈസ് പോലെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവനത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് ഞാൻ പെട്ടെന്ന് വേവിച്ചു. ഇനിയിപ്പോൾ ഈ വെജിറ്റബിൾസും ഇതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മോന് കോഫി കൊടുക്കണം. അവന് ചായയേക്കാൾ ഇഷ്ടം കാപ്പിയാണ് കേട്ടോ. അപ്പോൾ അവനവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. നമുക്കിനി അവന് കൊടുക്കാം. അപ്പോൾ ആളിവിടെ ഇരുന്ന് പഠിക്കുക. അവന് കോഫി കുടിക്കും. മഴ കാരണം അവനും എഴുന്നേറ്റ് രാവിലെ പഠിക്കാനൊക്കെ നല്ല മടിയുണ്ട്. ഞാൻ നിർബന്ധിച്ചിരുത്തിയിരിക്കുകയാണ്. മോന് കൊണ്ടുപോകാനുള്ള ഫ്രൈഡ് റൈസ് ഞാൻ റെഡിയാക്കി. അപ്പോൾ പിന്നെ അവന് കറി അങ്ങനെ ചിക്കനൊന്നും അവന് നിർബന്ധമില്ല. ഞാനിപ്പോൾ അവന് പപ്പടവും അച്ചാറും കൊടുത്തു വിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് റെഡിയായി. ഇനിയിപ്പോൾ അവന് ഒരു ദോശ ഉണ്ടാക്കണം. ഇനി മോൻ്റെ ദോശ ഞാൻ റെഡിയാക്കാം. മോൻ ഇനിയിപ്പോൾ ദോശയും അവന് പഞ്ചസാര മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനി കൊടുക്കാം. സമയമാകുന്നുണ്ട്. അവന് 7:30 മുന്നേ ഇറങ്ങണം. എൻ്റെ ലഞ്ച് ഞാൻ പാക്ക് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതിലവന് പപ്പടം ഒരു 3-4 പപ്പടം ഇതിലോട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി അച്ചാറും കൂടി വയ്ക്കണം. ഇന്നത്തെ തിരക്കൊക്കെ കഴിഞ്ഞു. മോൻ പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചായ ഇട്ടു. അപ്പോൾ അവന് ചായ നിർബന്ധമില്ല. ചായയുടെ കൂടെ എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഞാൻ മോൻ്റെയും മോളുടെയും സ്നാക്സ് എടുത്ത് വെച്ചിരിക്കുക. ബിസ്ക്കറ്റും കുഴലപ്പമൊക്കെ ഉണ്ട്. എനിക്ക് എല്ലാം ഒന്നും വേണ്ട, എന്തെങ്കിലും ഒന്ന് ഇച്ചിരി കടിച്ചാൽ മതി. ചായയുടെ കൂടെ വെറും ചായയായിട്ട് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് എടുത്ത് വെച്ച് കഴിക്കും. ഇനി നമുക്ക് പുട്ടും കടലയും ഉണ്ടാക്കണം. അപ്പോൾ കടല ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചു. ഇനി പുട്ടിന് കുഴയ്ക്കണം. തേങ്ങയും തിരുമ്മി വെച്ചു. ഇനിയിപ്പോൾ ഇച്ചിരി പതുക്കെ മതിയല്ലോ. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ റെഡി ആവുന്നുണ്ട്. ഞാൻ ചിരട്ടപ്പുട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് ആയി വരുന്നുണ്ട്. നമുക്കത് എടുക്കാം. അപ്പോൾ ഒരു ചിരട്ടപ്പുട്ട് റെഡിയായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതൂടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. മോള് കഴിക്കാനായിട്ടിരുന്നു. ചിരട്ടപ്പുട്ടാണ്. ഇച്ചിരി എടുക്കുക. കടലക്കറിയുണ്ട്. അങ്ങനെയുണ്ട്, ഇഷ്ടമായ? മോൾക്കിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളിലൊന്നും പോകാതിരിക്കുകയാണ്. കാരണം അവൾ മസ്കറ്റിലാണ്, ഇന്ത്യൻ സ്കൂളിൽ. അപ്പോൾ ഇപ്പം നമുക്ക് വെക്കേഷനാണല്ലോ. ഇപ്പോഴും നല്ല മഴയാണ്. നോക്ക്, മൂടിക്കെട്ടി തന്നെ നിൽക്കുക അന്തരീക്ഷം. ഇനിയിപ്പോൾ എനിക്ക് എന്താ ജോലി വെച്ചാൽ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കണം. അമ്മ സുഖമില്ലാതിരിക്കുന്നു. അമ്മയുടെ ഫുഡും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് നോക്കണം. മീൻ കഴുകാനുണ്ട്, പക്ഷേ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ എങ്ങനെ പുറത്തിറങ്ങി കഴുകുമെന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത നമ്മുടെ ലഞ്ച് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.